അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ടിക്ക വെച്ചിട്ട് ഒരു എഗ് ബോൾ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്കൊരു 3 മുട്ട നമ്മൾ ആദ്യം ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കണം. നമുക്ക് ആദ്യം ഇതിന് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂണ് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ്, പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുള്ളത്, 2 ടേബിൾ സ്പൂണ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ചിക്കൻ മസാല പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൗഡറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, പിന്നെ 1 ലെമണിൻ്റെ ജ്യൂസും. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായും ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഞാനൊരു 3 മുട്ട ഇതിലേക്ക് വേണം. ഞാൻ കൂടുതൽ മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ളത് വേറെ റെസിപ്പിക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ചിക്കന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിന് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ചിക്കൻ ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ. കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കനാണ്. നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ഞാൻ മൂടി വെക്കണുണ്ട്. ഇതിന് ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പോൾ ഞാൻ വീട് മൊത്തം അതിൻ്റെ സ്മെല്ലായപ്പോഴൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. ഇനി ഒന്ന് മറിച്ച് നമുക്കിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം. പെട്ടെന്ന് വേവ് കിട്ടും. ചെറിയ പീസായി കട്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്, ചെറുതായി കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള വേണം. അപ്പോൾ അത് വേറെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കണുണ്ട്. ഒന്ന് അതിൻ്റെ പച്ചച്ചവ പോണ വരെ ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം പിന്നെ നമുക്കിതിലേക്ക് തക്കാളി വേണം. ഞാൻ 2 പച്ചമുളക് കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഇതൊക്കെ വേണം ഇതിലേക്ക്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം കേട്ടോ, നമുക്കൊരു ചെറിയ പീസ്. അപ്പോൾ ഞാൻ ക്യാരറ്റും തക്കാളി ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, 1/4 കപ്പ് ക്യാരറ്റ്, ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്, ഇതൊക്കെ കൂടി ഒന്നും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമുക്കിത് അടച്ച് വെച്ചാൽ തക്കാളിയിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങിയിട്ട് ഒരു വെള്ളമയം വരും മസാല. അപ്പോൾ ഞാൻ അടച്ച് വെക്കാതെ തന്നെ തക്കാളിനെ ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കുകയാണ്. ഒരു ഡ്രൈ ആയിട്ടുള്ള മസാലയാണ് നമുക്ക് വേണ്ടത്. ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു അര പോർഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അതിൻ്റെ ശേഷം നമുക്ക് അതും പിന്നെ മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണും പിന്നെ കുരുമുളക് പൗഡറും പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഇല്ല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ചിക്കനിൽ എല്ലാ മസാലയും ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം നമുക്കിതിലേക്ക്. ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പിട്ട് കൊടുത്താൽ മതി, കാരണം ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടതാണ്. നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഒന്നുകൊണ്ട് വഴന്ന് വന്നതിന് ക്യാപ്സിക്കം ഒന്നും വല്ലാണ്ട് വേവണ്ട, അതിൻ്റെയൊക്കെ ടേസ്റ്റ് മാറിപ്പോവും. ഒന്നും വഴന്ന് വന്നതിൻ്റെ ശേഷം ഉപ്പൊന്ന് നോക്കണം കേട്ടോ. നമ്മൾ ഈ മസാലയിലുള്ള വഴന്ന് വന്നതിൻ്റെ ശേഷം നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ചിക്കൻ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടാണ് ഇരിക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ മയമില്ലാതെ നമുക്ക് ചിക്കൻ ഡ്രൈ ഫ്രൈ ആയി എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്നും കൂടിയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ഇതിൽ ഉപ്പുണ്ടോ, ഇനി എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിലിട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. നമുക്ക് ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരികയാണെങ്കിലും ഇനി കുട്ടികൾക്ക് വൈകുന്നേരത്തെ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. പിന്നെ എന്താ പറയുക, അവർക്ക് ഇഷ്ടമാവും കഴിക്കാൻ. ഞാനിത് സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ.
ഞാൻ ഉപ്പുണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഞാൻ വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടതാണ്. പിന്നെ നമുക്ക് മല്ലിയില ഇട്ടിട്ടൊന്ന് ഓഫാക്കാം ഗ്യാസ് സ്റ്റവ്. അത് മാറ്റി വെച്ചതിൻ്റെ ശേഷം ഞാനിതിലേക്ക് 1 കപ്പ് 250 ഗ്രാമിൻ്റെ കപ്പാണ് കേട്ടോ, 1 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് പാലും എടുക്കുന്നുണ്ട്. നമുക്ക് 1.5 കപ്പ് വരെ എടുക്കാം കേട്ടോ, 1 കപ്പ് തൊട്ടിട്ട് 1.5 കപ്പ് വരെ എടുക്കുക. 1.5 കപ്പ് എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് തന്നെ പാലും എടുക്കുക. പിന്നെ അതിലേക്ക് 2 കോഴിമുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 1 കപ്പ് മൈദപ്പൊടിയും 1 കപ്പ് പാലും 2 കോഴിമുട്ടയും, പിന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമുക്കൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂണാണ് കേട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അതൊരു 1/4 ടീസ്പൂണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണമെന്നില്ല. പിന്നെ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ച് കൊടുക്കുക, അതെല്ലാം നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് വരാം. നമ്മൾ ഏതിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് വെച്ചാൽ ആ പാനൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെക്കുക. ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് ഈ ബ്ലെൻഡ് ചെയ്ത മാവ് ഇതിലേക്ക് നല്ലോണം ചൂടാവണം കേട്ടോ പാന്. എന്നിട്ട് നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ച മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. താന്ന് പോകുമൊന്നുമില്ല കേട്ടോ, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി അങ്ങനെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ, നല്ല ഫ്ലെയിമാണെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മസാലകളൊക്കെ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. കറക്റ്റാണ് കേട്ടോ, 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പാല്, ഇനി 1.5 കപ്പ് വരെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1.5 കപ്പ് പാലെടുത്താൽ മതി, അതല്ലെങ്കിൽ മിൽക്ക് വാട്ടർ എടുത്താലും മതി. അതിൻ്റെ മുകളിൽ നന്നായി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ചിക്കൻ്റെ മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ, കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ് കഴിക്കാനും. എന്നിട്ട് ഞാൻ വേറെ ഒരു വേണ്ടാത്ത പാൻ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അതിലേക്ക് മാറ്റുന്നുണ്ട് ഇതിനെ. ഞാൻ അപ്പോഴേക്കൊന്ന് സിമ്മാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് മൂടി വെച്ചിട്ട് അതിൻ്റെ ശേഷം നമുക്ക് വീണ്ടും ഇതിൽ കുറച്ച് ചിക്കൻ ഞാൻ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാലും ഇതിലേക്ക് ഒരു 3 എഗ്ഗ് വേണം. ആ എഗ്ഗിനെ ഒന്ന് 2-3 പീസൊക്കെ ആക്കിയിട്ട് ഞാൻ ഇതിന് ചുറ്റും വെച്ചെടുക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ചിക്കൻ്റെ മസാല. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും, അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെക്കാം. ഞാൻ ചെറുതായി കട്ട് ചെയ്താണ് വെക്കുന്നത്. ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ നമ്മൾ കുറച്ച് ചിക്കനെ അതിൽ വേറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അപ്പോൾ കൂടി ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ഇട്ട് കൊടുക്കണം എന്നില്ല കേട്ടോ ചിക്കനൊക്കെ. എഗ്ഗും ഈ തക്കാളിയും ക്യാപ്സിക്കൊക്കെ ഒന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കന് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ മുകളിലൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ്, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു 3 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്, അപ്പം തന്നെ വെച്ച് കൊടുക്കരുത്. ആദ്യത്തേത് ഇട്ട് കൊടുത്ത് 3 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം. എന്നിട്ട് ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നോക്കണുണ്ട് അടച്ച് വെച്ചിട്ട്, പക്ഷേ അപ്പോൾ വെന്തിട്ടില്ല. വീണ്ടും ഞാനൊരു 10 മിനിറ്റും കൂടി സിമ്മിലാക്കിയിട്ടാണ് കേട്ടോ വെക്കണത്. 10 മിനിറ്റും കൂടി വെച്ച് നോക്കി, അപ്പോൾ പിന്നെ നന്നായി ഇതിൻ്റെ മുകൾ ഭാഗവും താഴെയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. നമ്മൾ സ്ക്വയർ വെച്ച് നോക്കിയാൽ നമുക്കറിയാം, അതിൽ തൊട്ട് നോക്കിയാൽ മതി. അപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഈ നമ്മളെന്താ പറയുക വെക്കണ ലിഡിന് ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ചു കൊടുക്കണം കേട്ടോ, ഇതിൻ്റെ ആവി പുറത്തേക്ക് പോവാതെ എടുക്കണം. അങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ഇതിനെ ഇതാക്കിയിട്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കമിഴ്ത്തിയിട്ട് വേറെ പാനിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പക്ഷേ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ കാണാൻ തന്നെ നല്ല മുഞ്ചില്ലേ, ഇതേപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും. നിങ്ങൾ കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.